Dear viewers, come back to JTJ Why Not channel. കഴിഞ്ഞ 4 വർഷത്തോളമായി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ട് പ്രത്യേകിച്ച് എൻ്റെ മനസ്സിൽ ഞാൻ ചെയ്ത വീഡിയോകളുടെ ഒരു ഫലപ്രാപ്തി ഭാരതത്തിൽ ദർശിക്കാൻ ദൈവം എനിക്ക് ഒരവസരം നൽകിയതിൽ വളരെയേറെ സന്തോഷിക്കുകയും അത് കണ്ട് ഞാൻ ആനന്ദിക്കുകയുമാണ്. ഇപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് ഒരു വീഡിയോ കൂടെ ചെയ്യണം എന്നുള്ള അതിയായ ആഗ്രഹം തോന്നിക്കുന്നു. ഞാൻ 3 വർഷങ്ങൾക്ക് മുമ്പ് സെപ്റ്റംബറിൽ 4 വർഷം തികയും. എന്നാലും 3 വർഷം പൂർത്തിയാക്കിയ ഒരു വീഡിയോ ഞാൻ മുൻപ് ചെയ്തത് കുഞ്ഞുങ്ങളും കുട്ടികളും സ്ത്രീകൾക്കും ലഭിക്കുന്ന സംരക്ഷണം, the protection of, where is the protection of children's and women's. ഞാൻ ഈ വീഡിയോ സബ്മിറ്റ് ചെയ്യുന്നത് to His Excellency Honorable President of India and to His Excellency Honorable Prime Minister of India. And especially I am submitting this video in front of our Home Minister Amit Shah sir. To His Excellency Honorable Home Minister sir, you are doing a lot of helpful works and activities in front of Indian peoples. I am thankful for you. I am thankful for you. And also, I am specially inviting Uttar Pradesh CM Yogi Adityanath sir, to His Excellency Honorable CM Yogi Adityanath sir, you are also doing excellent work for giving protection for children's and women's. For that, I am giving hundreds of salutes for your ministry. And also, now we got a young Chief Minister in Tamil Nadu, Vijay sir. You are a miracle man. You got a chance from God. India is our nation. ഭാരതം നമ്മുടെ രാജ്യമാണ്. ഭാരതത്തിന് വേണ്ടി നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ നാം കടപ്പെട്ടവരാണ്. സോ ദാറ്റ് ടു ഹിസ് എക്സലൻസി ഹോണറബിൾ തമിഴ്നാട് CM Vijay sir, and now in Kerala, to His Excellency Honorable CM VD Satishan sir,
and to His Excellency, Honorable Home Minister, Sir, I know directly you done lot of things for me also, my clients also, on your last ministry. I am thankful for that in front of you. But all the leaders of India, I want to present sadful matter about the children's and women's facing POSCO case in India, especially South India and North India. When one POSCO case is happened, some peoples പോസ്കോ കേസിലെ പ്രതികൾ പോസ്കോയിലെ എല്ലാ വിചാരണകളും പോലീസ് സ്റ്റേഷനിൽ നടന്ന കേസ് പോസ്കോയിലെത്തി അവിടെയും വിചാരണ തീർത്ത ശേഷം ഒരു തുറുപ്പ് ചീട്ട് മെഡിക്കൽ വിഭാഗത്തിൽ നിന്ന് ഈ പ്രതികൾ ഹാജരാക്കി അഭിനയിച്ച് രക്ഷപ്പെടുന്നതിനുള്ള കുതന്ത്രങ്ങൾ ഓൾ ഓവർ ഇന്ത്യ നടക്കുന്നുണ്ട്. അത് കേസ് ഡയറി നമ്മൾ എടുത്തു നോക്കുമ്പോൾ പല പ്രതികളുടെയും കൈകളിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കാണുന്നു. സിവിയറായിട്ടുള്ള ഒരു ഒഫൻസാണ് മെഡിക്കൽ വിങ്ങിൽ നിന്നും ഈ പ്രതികൾക്ക് സർട്ടിഫൈഡ് ചെയ്ത് നൽകിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ പ്രതികൾ ഒരു ഹറാസ്മെൻ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് തന്നെ രണ്ട് രീതിയിൽ അവർ ജനങ്ങളെ കബളിപ്പിക്കുന്നതിനും രാജ്യഭരണാധിപന്മാരെ കളിപ്പിക്കുന്നതിനും അവർ ശ്രമിക്കുകയാണ് ഈ സർട്ടിഫിക്കറ്റുകൾ വഴി. ഉദാഹരണം ഞാനൊന്ന് പറയാം. സർ, to His Excellency, Honorable Prime Minister മോദിജി, എൻ്റെ മോദിജി, അങ്ങയുടെ ശ്രദ്ധയാണ് ഏറ്റവും പരമപ്രധാനം. ഭാരതത്തിൽ പല രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ട്. ഇത്തരത്തിലുള്ള കേസിൽ ഉൾപ്പെടുന്ന വ്യക്തികളെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ആ പാർട്ടികളുടെ കുട്ടി നേതാക്കന്മാർ എല്ലാ പരിശോധനയും എല്ലാം കഴിഞ്ഞ കേസുകളിൽ വിധിക്ക് കാത്തിരിക്കുന്ന പ്രതികളെ പൊളിറ്റിക്കൽ ലീഡേഴ്സിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി തെറ്റിദ്ധരിപ്പിച്ച് പലരെയും കേസിൽ നിന്നും ഒഴിവാക്കുവാനുള്ള അവസരം ഒരുക്കി കൊടുത്തിട്ടുണ്ട് കാലാകാലങ്ങളിൽ. ഇപ്പം നിലവിൽ ഈ കുട്ടി നേതാക്കന്മാർ ഇവരിൽ നിന്ന് പണം കൈപ്പറ്റി ഡോക്ടർമാരെ സ്വാധീനിച്ച് സർട്ടിഫൈ ചെയ്തു വാങ്ങുന്ന അവസ്ഥ. ഇദ്ദേഹം ഒരു മെൻ്റൽ പേഷ്യൻ്റാണ്, അല്ലെങ്കിൽ ഇദ്ദേഹം ഒരു വികലാംഗനാണ്.
അപ്പം അത്തരുണത്തിൽ ഒരു ഡോക്ടർ സർട്ടിഫൈ ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ക്രിമിനൽ ആക്ടിവിറ്റീസ് അറിഞ്ഞുകൊണ്ടല്ല ഡോക്ടർ സർട്ടിഫൈ ചെയ്യുന്നത്. ആ സർട്ടിഫിക്കറ്റുമായി ഈ വ്യക്തി ഭരണസിരാകേന്ദ്രങ്ങളിൽ സ്വാധീനം ചെലുത്താൻ ശ്രമിക്കുകയും തത്ഫലമായി നീതിദേവതയുടെ കണ്ണുകളെ വലിച്ചു മൂടിക്കെട്ടാൻ അവർക്ക് സാധിക്കും എന്നുള്ളൊരവസ്ഥ സംജാതമാക്കുകയുമാണ് ചെയ്യുന്നത്. ഈ വ്യക്തികൾ കുഞ്ഞുകുട്ടികളെ അതിക്രൂരമായി പീഡിപ്പിക്കുകയും വർഷങ്ങളോളം പീഡിപ്പിക്കുകയും ആ കുട്ടികൾക്ക് അസ്വസ്ഥതകൾ വന്ന ആ സാഹചര്യങ്ങളിൽ മാതാപിതാക്കളത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ട് അവരതിനുവേണ്ടി വേദനയോടുകൂടി ജീവിതം മുമ്പോട്ട് നീക്കുമ്പോൾ ആ കുട്ടികളുടെ പഠനവും ആ കുട്ടികളുടെ സംരക്ഷണവും ഒന്നും അല്ല ഇവിടെ പ്രശ്നം. ആ കുട്ടി നാളൊരു കാലത്ത് ഒരു കുടുംബത്തിലേക്ക് കടന്നു ചെല്ലേണ്ട ആ കുഞ്ഞിന് ശരിയായ വിധത്തിലുള്ള ഒരു വിവാഹബന്ധം ലഭിക്കുമോ സർ? ഇത്തരത്തിൽ പീഡിപ്പിക്കപ്പെട്ട കുട്ടികൾക്ക് എന്താണ് അവരുടെ ഭാവി? ഒരു വിവാഹിതയായി ചെന്നാൽ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങളുടെ ഭർത്താക്കന്മാർ കുടുംബജീവിതത്തിൻ്റെ സ്വൈര്യത നഷ്ടപ്പെടുത്തിക്കുന്നതിന് ഇടയാക്കും. പല കേസുകളിലും ഇപ്രകാരം സംഭവിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ബാലപീഡനത്തിന് ഇരയായ കുഞ്ഞുങ്ങൾ വളർന്നു വലുതായി അവരെ വിവാഹിതരാക്കി ഡൈവോഴ്സ് എന്ന നിലയിലേക്ക് പിരിയുന്നു. എന്നാൽ പല പ്രതികളും സർ മുൻകാലങ്ങളിൽ, ഇന്നത്തെ അവസ്ഥയല്ല ഞാൻ പറയുന്നത്, മുൻകാലങ്ങളിൽ സുഖമായി ഞാൻ മുൻപ് വിവരിച്ച പ്രകാരം രക്ഷപ്പെട്ട് സ്വൈരവിഹാരം നടത്തുന്ന ഒരവസ്ഥയാണ് നമ്മുടെ ഭാരതത്തിൽ സർ കാണുന്നത്. ആകയാൽ മെഡിക്കൽ വിഭാഗത്തിൽ നിന്നും ഒരു സർട്ടിഫിക്കറ്റ് പുറപ്പെടുവിക്കുന്നതിനുള്ള അവസ്ഥ ഒരു 500 രൂപയോ 5000 രൂപയോ കൊടുത്താൽ ഒരു പുരുഷൻ്റെ സുഖം, ശക്തി എന്നിവ നിയന്ത്രിക്കുന്നതിനുള്ള ധാരാളം ഗുളികകൾ സൈക്കാട്രി വിഭാഗത്തിൽ വിതരണം ചെയ്യുന്നുണ്ട്. രോഗികൾക്ക് ആവശ്യമായ ഗുളികകളാണത്. എന്നാൽ ഇത്തരം സ്ത്രീ ലബഡന്മാർ ഡോക്ടർമാരെ സ്വാധീനിച്ച് ഈ ഗുളികകൾ അബ്യൂസ് ചെയ്യുകയും അതിൽ നിന്ന് ഉണ്ടാകുന്ന ഉത്തേജനത്തോടുകൂടി ഈ കുഞ്ഞിപ്പൈതങ്ങളെ, നമ്മുടെ ഭാരതത്തിൻ്റെ കുഞ്ഞിപ്പൈതങ്ങളെ വശംവദരാക്കി വിനിയോഗിച്ച് കച്ചിച്ചണ്ടുപോലെ കൊന്നറിയുകയും ജീവിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങൾ ജീവച്ഛവങ്ങളായി ജീവിക്കുകയും ചെയ്യുന്നൊരവസ്ഥയാണ്. പുറത്തിറങ്ങി ആ കുഞ്ഞുങ്ങൾക്ക് നടക്കാൻ സാധിക്കുന്നില്ല സർ. പഠന കേന്ദ്രങ്ങളിലും മറ്റു വ്യക്തികളുടെ സ്വന്തം നാട്ടിൽ നിവർന്ന് നടക്കാൻ ആ കുഞ്ഞുങ്ങൾക്ക് അവസരം ലഭിക്കുന്നില്ല സർ. അവിടുത്തെ ശ്രദ്ധ ഈ കാര്യങ്ങളിൽ
തീർച്ചയായും ഭാരതം, എൻ്റെ ഭാരതം, നമ്മുടെ ഭാരതം, ഒരേ ഒരു ഇന്ത്യ, ഒരൊറ്റ ജനതയാണ് നമ്മുടെ ഭാരതം. ഞാൻ എൻ്റെ എല്ലാ വീഡിയോകളിലും പാടാറുണ്ട്, ഭാരതമെന്നാൽ പാരിൻ നടുവിൽ കേവലം ഒരു പിടി മണ്ണല്ല. ഇതിലും ഞാൻ ആ വാക്യം, ആ ഗാനശ്ലോകം ഉൾക്കൊള്ളിച്ചിരിക്കുന്നു സർ. കാമസംതൃപ്തിക്ക് വേണ്ടി ഈ വ്യക്തികൾ ഗുളികകൾ വാങ്ങി കഴിക്കുകയും തുടർച്ചയായ ഗുളികയുടെ വിനിയോഗം അവരെ അന്ധന്മാരാക്കി കുഞ്ഞു കുട്ടികളെ, കയ്യിൽ കിട്ടുന്ന വൃദ്ധവയോധികരെ പോലും, സ്ത്രീകളെ, സ്ത്രീജനങ്ങളെ പീഡനത്തിന് വിധേയമാക്കാൻ ശ്രമിക്കുന്നു. ഇന്ന് കേരളത്തിൽ തൂഫാൻ രമേശ് ചെന്നിത്തല സാറും VD സതീശൻ സാറും തുഫാൻ അതിലൂടെ യുവജനങ്ങളെ കാർന്നു തിന്നുന്ന ആ മാരക വിപത്തിനെ തുടച്ചു നീക്കുന്നു. ഒരു കാലത്ത് മദ്യനിരോധനത്തിനു വേണ്ടി സൂസപാക്യം പിതാവിനൊപ്പം, ബിഷപ്പിനൊപ്പം റൈറ്റായിട്ട് നിന്നൊരു വ്യക്തിയാണ് ഞാൻ. പൊഴിയൂരും വാഴ്ചെല്ലും ഒക്കെ എൻ്റെ പത്രവുമായിട്ട് കേരള ടൈംസിലൂടെ ഞാൻ സഞ്ചരിച്ചവനാണ്. സർ, AK ആൻ്റണി മദ്യം നിരോധിച്ചപ്പോൾ ഞാനൊരു സപ്ലിമെൻ്റ് ചെയ്തു, മദ്യനിരോധന സപ്ലിമെൻ്റ്, പ്രതീക്ഷ എന്ന പേരിൽ. അപ്പം നിരോധനം നടന്നില്ല. ആ മദ്യം ഒഴുകുകയാണ് നമ്മുടെ നാട്ടിൽ. കുടുംബ ബന്ധങ്ങളെ ശിഥിലമാക്കി ഇത്തരത്തിലുള്ള വ്യക്തിത്വങ്ങൾ കുഞ്ഞുങ്ങളെയും കുട്ടികളെയും മറന്ന് പ്രവർത്തിക്കുന്ന പിതാക്കന്മാരാണ് ഇന്ന് മക്കളെ ഉപയോഗിക്കുന്നത് സർ. ഓർമ്മയില്ല, മദ്യത്തിൻ്റെ ലഹരിയിൽ അവരെന്താണ് ചെയ്യുന്നത്, അമ്മയാര്, ഭാര്യയാര്, മക്കളാരെന്ന അച്ചിന്ത അവർക്കുണ്ടാകുന്നില്ല. ദുഃഖമുണ്ട് സർ. മനസ്സിനെ പ്രീണിപ്പിക്കുന്ന, ഓരോ ഭാരതീയനെയും വേദനിപ്പിക്കുന്ന രംഗങ്ങളാണ് മദ്യത്തിൻ്റെ ലഹരിയിലൂടെ. ലഹരി വിമുക്തമായൊരു ഭാരതം നമുക്കുണ്ടാകണം സർ. രാജ്യങ്ങളുണ്ട്, ലഹരിയില്ല, മദ്യലഹരിയില്ല. കഞ്ചാവ് തുടങ്ങിയ മറ്റു മാരകമായ വിപത്തുകളെ നീക്കി നമ്മുടെ ഭാരതം, ഐക്യഭാരതം, നമ്മുടെ ഭാരതം, അതിൻ്റെ പ്രയാണത്തിൽ സർ, മോദിജി സർ, ഹിസ് എക്സലൻസി Honorable Modiji sir, you are the right person for India. I am telling that very truth. It is not a political comment. It is a real request. You are right thing you are doing. You are doing the right thing for the voters. But unfortunately, some political parties are playing in front of you. Some wrongness will be happened in the ruling time. It will be rectified. But the other opposition parties are doing a lot of bad things in front of you and the nation. We elected one MLA or one MB for supporting the government, not opposing. For supporting the government, not for playing the street
not for playing the street, sir. So where is the ruling? So wrong persons are directing some party leaders that we are looking very seriously, sir. Very seriously. Very Sadishan sir is doing good things for Kerala. Now, started the government and he is doing lot of things. And Ramesh Chennithala sir, he's the former minister. We know him very well. There is no party, sir. After getting the ministership and MLA-ship, and they will do for the people of the Indian voters. That is, we are expecting from the leaders. Sir, I am once more telling in front of you, very simply, this POSCO പ്രതികൾ മാനസിക രോഗികളാണ്. വികലാംഗ കമ്മീഷനിൽ വികലാംഗ കമ്മീഷന്റെ സംരക്ഷണയിൽ കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കുതന്ത്രങ്ങൾ മെനയുകയും ഇവരുണ്ടാക്കി വെച്ചിരുന്ന സർട്ടിഫിക്കറ്റ് previously, they are doing previously because they want to get the protection from the government side. So that they are doing the certificates. And they are acting in front of the police station and Vikalanga Commission. Disability Commission. The peoples who is sitting, the judge, like, they know very well he is not any difficulty or any disease or nothing, he is a healthy man. But he is showing, this is my certificate. I want to earn the protection from the court orders. Sir, what is happening? Indian courts are very talented nowadays. They are doing, they are inquiring, they are giving protection for everybody. But നമ്മുടെ രാജ്യത്ത് കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കുട്ടികളെയും വൈകല്യപ്പെടുത്തുന്ന ഈ നരാധമന്മാര് മാനസിക രോഗിയായാലും അംഗവൈകല്യം ബാധിച്ചവനായാലും അവർക്ക് ശിക്ഷ നൽകാൻ ഭാരത സർക്കാരിന് കഴിയില്ലേ എന്ന ചോദ്യത്തോടുകൂടി ജെ വൈ നോട്ട് ചാനൽ നെക്സ്റ്റ് വീഡിയോ ഞാൻ ഭാരത ജനതയ്ക്ക് മുന്നിൽ നിന്നുകൊണ്ട് ജനതയിലെ ഒരു വോട്ടർ എന്ന വ്യക്തിത്വം ഞാൻ പേറിക്കൊണ്ട്, റിപ്പോർട്ടറല്ല, കേരള ടൈംസിൻ്റെ റിപ്പോർട്ടർ ആയിരുന്നു, ന്യൂസ് ഇന്ത്യയുടെ റിപ്പോർട്ടർ ആയിരുന്നു. Now I am doing this Why Not channel also to inform. I am an informer. The loopholes are there, sir, through the medical wing. The last video I talked about that. From the medical side, there is a wrong certificates are producing in front of the court.
Who is giving? Who should ask for that? Only you, sir. You can. We are begging in front of you. Vijay, sir. Amit Shah, sir. Yogi, sir. Yogi, sir, is ruling. Excellent ruling. CM. He is not like to escape like this type of criminals. ശാന്തമായ ഭാരതം, സമാധാനമായ ഭാരതം, സമ്പൽ സമൃദ്ധിയാൽ നിറഞ്ഞ ഭാരതം, മഹാബലി വാണ കേരളക്കര രാഷ്ട്രീയ പാർട്ടികളുടെ തമ്മിലടിയായി മാറുകയാണോ? ഭാരതത്തിലും അതിനുള്ള അവസരം രാഷ്ട്രീയ പാർട്ടികൾ രാഷ്ട്രീയം പറഞ്ഞോട്ടെ, പക്ഷേ ഭരണം ജനങ്ങൾ വോട്ടിട്ട നേതാക്കന്മാർ നടത്തട്ടെ. നേതാക്കന്മാരെ തടസ്സം ചെയ്യുന്ന ആ വ്യക്തിത്വങ്ങൾക്ക് ഭാരതം ഭരിക്കാൻ അവസരം ലഭിച്ചാൽ എങ്ങനെ ഇരിക്കും സർ? ഒരു കാലത്ത് ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാജിയും ഭരിച്ച രീതികളിൽ നിന്നും വിഭിന്നമായ രാഷ്ട്രീയ പ്രവർത്തനം ഇന്ന് നാം ഭാരതത്തിൽ കാണുന്നു, മനസ്സിലാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു സർ. തെരുവിലേക്കല്ല ഭാരത ഭരണഘടന അനുശാസിക്കുന്നത്. എനിവേ, ടു ഹിസ് എക്സലൻസി I am saluting in front of to His Excellency Honorable Prime Minister and all the CMs in India. എൻ്റെ നാടാണ്, ഒരേ ഒരു ഇന്ത്യ, ഒരേ ഒരു ജനത. ഇവിടെ കേരളീയനുമില്ല, തമിഴനുമില്ല, ബംഗാളിയുമില്ല, മുസൽമാനുമില്ല, ക്രിസ്ത്യാനിയുമില്ല, ഹിന്ദുവുമില്ല. ഒരേ ഒരു ജനത മാത്രമേയുള്ളൂ ഭാരതത്തിൽ. വന്ദേ ഭാരതം, വന്ദേ മാതരം. ജയ് ഹിന്ദ്.